പ്രൈസ് ദ ലോർഡ്. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയമുള്ളവർക്കും പ്രഭാതവന്ദനം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ, വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദിജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശുക്രിസ്തുവിങ്കിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന ആശംസ നാം വായിക്കുന്നു. യേശു കർത്താവിന് ബൈബിൾ നൽകുന്ന മറ്റൊരു നാമവിശേഷണമാണ് ഭൂരാജാക്കന്മാർക്ക് അധിപതി എന്നുള്ളത്. ഭൂമിയിലെ സകല ഭരണാധികാരികൾക്കും മീതെയാണെന്നും അത്യുന്നത അധികാരമുള്ളവനാണെന്നും ലോകത്തിലെ എല്ലാ രാജാക്കന്മാരെയും നിയന്ത്രിക്കുന്ന പരമാധികാരിയാണെന്നുമാണ് ഭൂരാജാക്കന്മാർക്ക് അധിപതി എന്ന വിശേഷണത്തിൻ്റെ യഥാർത്ഥ അർത്ഥം. യേശുക്രിസ്തുവിൻ്റെ സർവാധിപത്യത്തെ ആണ് ഈ വാക്ക് വ്യക്തമാക്കുന്നത്. ഭൂമിയിലെ രാജാക്കന്മാരുടെയും ഭരണാധികാരികളുടെയും വിധികൾക്കും തീരുമാനങ്ങൾക്കും മീതെ യേശുവിൻ്റെ നിയന്ത്രണമുണ്ട് എന്ന് ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നു. മാത്രമല്ല, അവിടുത്തെ സർവശക്തി, മനുഷ്യരായ രാജാക്കന്മാർ തങ്ങളുടെ ശക്തിയിൽ അഹങ്കരിക്കുമ്പോൾ അവരെയും ചരിത്രഗതികളെയും നിയന്ത്രിക്കുന്നത് യേശുവാകുന്നു എന്നുള്ളത് ഈ വിശേഷണം കൊണ്ട് അർത്ഥമാക്കുകയാണ്. ലോകത്തെ ശാന്തിയും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോഴും അന്തിമ വിജയം നേടിയ യേശുവാണ് യഥാർത്ഥ രാജാവ് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ പദത്തിൻ്റെ അർത്ഥം. അനീതിയും അസമാധാനവും ഒക്കെ നിറഞ്ഞ് ആടുമ്പോൾ, പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യ നിയന്ത്രണങ്ങൾക്ക് അപ്പുറമായ നിലയിൽ മനുഷ്യനിൽ സംഭവിക്കുമ്പോൾ, ലോകത്ത് സംഭവിക്കുമ്പോൾ, ദുരന്തങ്ങൾ ഏറുമ്പോൾ, മനുഷ്യൻ്റെ സംവിധാനങ്ങളും കഴിവുകളും ശക്തികളും എല്ലാം പരാജയപ്പെടുമ്പോഴും തിരിച്ചറിയണം, യേശുനാഥൻ സകലത്തിനും അധിപതിയാണ്. രാജാക്കന്മാരുടെ മനസ്സ് പോലും നീർത്തോട് കണക്കെ തിരിപ്പാൻ കഴിയുന്നവനാണ് അവിടുന്ന്. വിശുദ്ധ തിരുവെഴുത്തിൽ നാം വായിക്കുമ്പോൾ ലോകത്തിൽ ഉദയം കൊണ്ട പല രാജ്യങ്ങളെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. ഈജിപ്ഷ്യൻ സാമ്രാജ്യം, ബാബിലോണിയ സാമ്രാജ്യം, ശേഷം ഉദയം ചെയ്യുന്ന മേദ്യ പാർശ്യ രാജ്യം, ഗ്രീസ് രാജ്യം, റോമൻ സാമ്രാജ്യം. ഈ സാമ്രാജ്യങ്ങളെല്ലാം അധപതിക്കുന്നതും ഇല്ലാതെയാകുന്നതുമായ ചരിത്രം ലോക ചരിത്രത്തിൽ നാം കാണുന്നു. അതിനെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു ദൈവിക ശക്തി, അത് തിരുവെഴുത്ത് വളരെ വ്യക്തമായി കാണിക്കുകയാണ്. പ്രിയമുള്ളവരെ, യേശുനാഥൻ എത്ര അത്ഭുതവാനാകുന്നു എന്നുള്ളത് നാം ചിന്തിക്കേണ്ടതുണ്ട്. സകലത്തെയും നിയന്ത്രിക്കാൻ കഴിയുന്ന സർവശക്തനാകുന്നു അവിടുന്ന്. ഭൂരാജാക്കന്മാരുടെ അധിപതിയാകുന്നു അവിടുന്ന്. അതുകൊണ്ടാകുന്നു തങ്ങൾക്കെതിരെ രേഖകൾ രാജാക്കന്മാർ എഴുതിയുണ്ടാക്കുമ്പോഴും അല്പം പോലും ഭയമില്ലാതെ ദാനിയേലിനെ, മൊർദെഖായിയെ, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിനെ, മറ്റു പലരെയും ധൈര്യത്തോടെ ദൈവത്തെ സേവിക്കുന്നതിന് പ്രേരിപ്പിച്ച ഘടകം എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഈ ലോകം ഭരിക്കുന്നത് രാജാക്കന്മാരാണ്. ഓരോ രാജ്യത്തിനും അതതിൻ്റെ അധിപതികളുണ്ട്. എന്നാൽ ആ അധിപതികൾക്കൊക്കെ മീതയാകുന്നു യേശുക്രിസ്തുവിൻ്റെ സ്ഥാനം എന്ന് തിരിച്ചറിയണം. യേശുക്രിസ്തു അക്ഷരികമായി ലോകത്തിലെ രാജാക്കന്മാരെ ഇപ്പോൾ നിയന്ത്രിക്കുന്നു എന്ന് അതിനർത്ഥമില്ല. പക്ഷെ നിയന്ത്രിക്കാൻ അവിടത്തേക്ക് കഴിയും എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയണം. യേശു പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമല്ല. ഒരു കാലത്ത് സകലത്തിൻ്റെയും അധിപതിയായി ഈ അവനിയിൽ അവിടുന്ന് വാഴും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിനുവേണ്ടിയാകുന്നു ബൈബിൾ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയും കാത്തിരിക്കുന്നത്. ഒരു സഹസ്രാബ്ദം ഈ ലോകത്തെ അവിടുന്ന് വാഴുക തന്നെ ചെയ്യും. യേശു കർത്താവ് എത്ര ഉന്നതനാകുന്നു എന്ന് തിരിച്ചറിയാൻ
യേശുവിൽ ആശ്രയിക്കുന്നവൻ്റെ ഹൃദയം എത്രത്തോളം ശക്തമായി ധൈര്യം കൊണ്ട് നിറയണം എന്നുള്ളത് തിരിച്ചറിയുവാൻ ഇന്ന് പ്രഭാതത്തിൽ ഓരോരുത്തർക്കും ദൈവം പ്രത്യേക കൃപ നൽകുമാറാകട്ടെ. ആശങ്ക വേണ്ട കേട്ടോ. ഭൂമിയിലുള്ള സകല രാജാക്കന്മാരെ നിയന്ത്രിക്കാൻ അവിടുന്ന് കഴിയും. ഭരണാധികാരിമാരെ നിയന്ത്രിക്കാൻ കഴിയും. ഇവിടെയൊക്കെ നീതി ന്യായവും കിട്ടുന്നില്ലെങ്കിലും അശാന്തിയും അസമാധാനമാണ് തരുന്നതെങ്കിലും ദൈവത്തിൽ, യേശുവിൽ ആശ്രയിക്കുക. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരും ഭൂരാജാക്കന്മാരുടെ അധിപതിയായ യേശു ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ശ്രേഷ്ഠത തിരിച്ചറിയാൻ, ആശ്രയിപ്പാൻ കൃപ നൽകണം. അങ്ങയുടെ സഹിതം നിരന്ന ശുഭത ഇന്ന് പകൽ നിന്റെ ജനം അനുഭവിക്കട്ടെ. എല്ലാ മഹത്വം അങ്ങേക്ക് മാത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്വർഗീയ നല്ല പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.